സമീർ മുസ്ലിം ലീഗ് നോക്കൂ, ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല, റബ്ബറിന് 10 രൂപ മാത്രമേ താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. നിലവിൽ വലിയ സാമ്പത്തിക പരാധീനത പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം വളരെ നാമമാത്രമായി മാത്രം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള ഒരു പരിദേവനം ഏതായാലും ബജറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനിയും സർക്കാർ അവഗണന തുടരുകയാണെങ്കിലാണ് പ്ലാൻ ബി ആലോചിക്കേണ്ടി വരിക എന്നുള്ളതാണ്. നിലവിലെ സാധ്യമായ സാമ്പത്തിക അവസ്ഥയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഈ സർക്കാർ? നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെടുമ്പോൾ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും പരമാവധി പിരിച്ചെടുക്കുകയും അത് സമാഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായി ഏതൊരു ഭരണകൂടവും ഏതൊരു സ്ഥാപന മേധാവിയാണെങ്കിൽ പോലും ചെയ്യാനുള്ള കർത്തവ്യം. ഇവിടെ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കടമെടുപ്പ് ഒരു സ്ട്രാറ്റജി ആക്കി എന്നുള്ളത് ഇവരുടെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു സമ്പൂർണ്ണമായ പരാജയമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ പൊതുകടം വളരാനുണ്ടായ സാഹചര്യം, GST വന്നു, GSTയുടെ തുടക്കത്തിൽ GSTയുടെ നഷ്ടപരിഹാരം കൊടുത്തു. GSTയുടെ നഷ്ടപരിഹാരം കൊടുത്ത സമയത്ത് നമ്മുടെ കലക്ഷൻ, ടാക്സ് കലക്ഷൻ, അതർ റിസോഴ്സ് കലക്ഷനിലുള്ള ഒരു ആലസ്യം ഉണ്ടായിട്ടുണ്ട്. ആ ആലസ്യത്തിൻ്റെയും കൂടി ഒരു കൺസോളിഡേറ്റഡ് ഇമ്പാക്റ്റാണ് പിന്നീട് വന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പിരിമുറുക്കം രൂപപ്പെടുന്നത്. ഈ പിരിമുറുക്കത്തിനിടയിലാണ് ഇന്ന് ശ്രീ ബാലഗോപാൽ ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ നിരാശയോടുകൂടി പറയട്ടെ, ഈ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള യാതൊരുവിധ പ്രപ്പോസലും ഇതിൽ ഇല്ല എന്ന് മാത്രമല്ല, പല അഭിലാഷങ്ങളുടെയും പ്രഖ്യാപനങ്ങളായി മാത്രമാണ് ഇന്നത്തെ ഈ ബജറ്റ് പ്രസംഗം അവസാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ കേരളത്തിലെ എല്ലാവിധ ജനങ്ങളെയും ബജറ്റ് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകളായി വിവിധ കർഷകരുടെ ഇടയിലുള്ളത്, ചെറുകിട വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, ഇവരൊക്കെ ഇതൊരു സമ്പൂർണ്ണമായ നിരാശയാണ്, ഇതൊരു പരാജയമാണ്, കഴിഞ്ഞ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു തനി ആവർത്തനമാണ് ഈ വർഷവും നടത്തിയിട്ടുള്ളത്. ഒരുപാട് ടാക്സും ഫീസും ഒക്കെ കൂട്ടിയ സാഹചര്യത്തിൽ സകല മേഖലകളെയും പ്രതിസന്ധി ബാധിച്ചപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു റിവൈവൽ സ്കീം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചപ്പോൾ, ഈവൻ KVAT മാത്രമാണ് ഒരു ആംനെസ്റ്റി സ്കീം ഉള്ളത്. ബാക്കി ഒന്നിലും തന്നെ നമ്മുടെ വ്യാപാര വ്യാവസായിക മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുനരുജ്ജീവനം സാധ്യമാവുന്ന യാതൊരു പ്രപ്പോസലും ഇതിലില്ല എന്നുള്ളതുമാണ്. അതുകൊണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫെയിലിയർ, അതിൻ്റെ ഒരു പരാജയം, അത് നമ്മുടെ ഭാവിയിലേക്കുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ പിരിമുറുക്കം, അതിൻ്റെ ആഘാതം ഒന്നുകൂടി വർദ്ധിക്കും എന്നുള്ളതാണ് ആശങ്കയോടുകൂടി. സമീർ, താങ്കൾ ആഗ്രഹിച്ചത് കുറേയധികം മേഖലകളിൽ ആംനസ്റ്റി സ്കീം വേണം എന്നുള്ളതാണോ? നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് നികുതിയോ അല്ലെങ്കിൽ നികുതി പൂർണ്ണമായും പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല, നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള സാധ്യതകൾ സർക്കാരിന് മുമ്പിൽ ഉണ്ടായിരുന്നോ? ടാക്സ് കളക്ഷൻ്റെ കാര്യത്തിൽ ഈ അടുത്ത് നടത്തിയ വലിയ ഇനീഷ്യേറ്റീവുകളുടെയൊക്കെ ഒരു പൊതുരൂപം, കുറേ റെയ്ഡ് നടത്തി, കുറേ ബലപ്രയോഗങ്ങൾ നടത്തി, കടകളിൽ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് തടസ്സപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു നികുതി കളക്ഷൻ ഡ്രൈവാണ് നടത്തിയത്. ഈ കാലത്ത് ഇന്ന് ഈ വിവരസാങ്കേതിക വിദ്യ, IT എനേബിൾഡ് എല്ലാ സംവിധാനവുമുള്ള ഒരു കാലത്ത് ഇതുപോലെ എല്ലാ ടാക്സ് ജീവനക്കാരും എല്ലാ GST ജീവനക്കാരും കൂടി ഒന്നിൻ്റെ പിറകെ പോകുന്നതിന് പകരം വളരെ കൃത്യമായി, ഉദാഹരണത്തിന് ബിൽഡിംഗ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അതിനൊരു ടാസ്ക് ഫോഴ്സിനെ വെക്കുക, ബാക്കിയുള്ള കാര്യത്തിന് മറ്റൊരു ടാസ്ക് ഫോഴ്സിനെ, കേരളത്തിലേക്ക് വരുന്ന ചരക്കുകളുടെ, കേരളത്തിൽ നിന്ന് പോകുന്ന ചരക്കുകളുടെ, എക്സ്പോർട്ട് ചെയ്യുന്ന സേവനങ്ങളുടെ, എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ, ഇതിൻ്റെ എല്ലാത്തിനെയും വളരെ നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു കാലത്താണ് ഈ രീതിയിലുള്ള പഴഞ്ചൻ സമ്പ്രദായങ്ങളെ പിന്തുടർന്നുകൊണ്ട് എത്രയാണോ ടാക്സ് കളക്ട് ചെയ്യാനുള്ള ആകെ തുക, അതിൻ്റെ കോണ്ടം പറഞ്ഞാലല്ലേ ഇത്ര കളക്ട് ചെയ്തത് നല്ല പെർഫോമൻസ് ആണ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം 1 ചെയ്തു, ഈ വർഷം 2 ആയി. ആകെ ചെയ്യാനുള്ളത് 100 ആണെങ്കിൽ അത് എത്രത്തോളം പരിമിതമായ നേട്ടമാണ്. ഇവിടെ ഈ ടാക്സിൻ്റെ അല്ലെങ്കിൽ എക്കണോമിക് സർവേൻ്റെ ഒക്കെ ബജറ്റിൻ്റെ എക്കണോമിക് സർവേയുടെ ഒക്കെ റിപ്പോർട്ട്സ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാര്യങ്ങളുടെ, ഡാറ്റകളുടെ കൃത്യമായ ഒരു റിപ്പോർട്ടിംഗ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അവർ പറയുന്നു GSTയുടെ കളക്ഷൻ ഇത്രയാണ്, ഏതൊക്കെ ഐറ്റത്തിലാണ്, ഏതൊക്കെ ഇനങ്ങളിലുള്ള GSTകൾ എത്ര വീതമാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അറിയാനുള്ള അവകാശം കേരളീയനുമില്ലേ? പ്രത്യേകിച്ച് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ അത് കൃത്യമായി ധരിക്കുകയും
അത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്താൽ കുറേ പ്രശ്നങ്ങൾ തീരും. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കേന്ദ്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെയോ തടസ്സം പറയുകയും ഒരു കൺകെട്ട് വിദ്യ പോലെ ഒരുപാട് അഭിലാഷങ്ങളുടെ പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റ് ഒരു രാഷ്ട്രീയ പ്രസംഗമായി, ഒരു ഓഫർ പ്രസംഗമായി മാത്രം മാറുന്ന ഒരു ദുഃഖകരമായ കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ശരി, ദയവായി തുടരുക. ഞാൻ